ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ കുവൈറ്റ് സന്ദർശനം പൂർത്തിയായി. ഇന്ത്യയും കുവൈറ്റും തമ്മിൽ പ്രതിരോധം, സാംസ്കാരികം, സ്പോർട്സ്, സൗരോർജ്ജം എന്നിവയിൽ കൂടുതൽ മികച്ച സഹകരണത്തിന് കരാർ ഒപ്പിട്ടു. ഗൾഫ് കോർപ്പറേഷൻ കൌൺസിൽ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത കുവൈറ്റിനെ പ്രധാനമന്ത്രി മോദി അഭിനന്ദിച്ചു. മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഇന്ത്യയും GCC രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന ലക്ഷ്യത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈറ്റ് സന്ദർശനം. ഇപ്രകാരം കുവൈറ്റുമായി പ്രതിരോധം, സാംസ്കാരികം, സ്പോർട്സ്, സൗരോർജ്ജം എന്നീ 4 മേഖലകളുമായി കൂടുതൽ മികച്ച സഹകരണത്തിന് കരാർ ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിച്ചുവെന്ന് വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. Between India and Kuwait in the field of defense cooperation. This MOU will institutionalize the bilateral cooperation in the areas of defense. The key areas of cooperation would include training, exchange of personnel and experts, joint exercises, cooperation in defense industry, supply of defense equipment, and collaboration in research and development. ആരോഗ്യം, മനുഷ്യ വിഭവശേഷി, ഹൈഡ്രോ കാർബൺ എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങൾ തമ്മിൽ സഹകരിക്കുന്നുണ്ട്. ഇതിനു പുറമെ സാങ്കേതികവിദ്യ, കൃഷി, വിദ്യാഭ്യാസം, പ്രതിരോധം, സാംസ്കാരികം എന്നീ മേഖലകളിലും യോജിച്ചുള്ള പ്രവർത്തനത്തിന് ധാരണയായി. കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹുമായി മോദി കൂടിക്കാഴ്ച നടത്തി. കൂടാതെ കുവൈറ്റ് പ്രധാനമന്ത്രിയുമായും മോദി കൂടിക്കാഴ്ച നടത്തി. കുവൈറ്റ് കിരീടാവകാശി ഒരുക്കിയ വിരുന്നിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ഇപ്രകാരം മോദിക്ക് കുവൈറ്റ് നൽകിയ സ്വീകരണം ഫലത്തിൽ കുവൈറ്റിലെ ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യക്കാർക്ക് രാജ്യം നൽകിയ ആദരമായി മാറി. ജയ് ഹിന്ദ് ന്യൂസ്, കുവൈറ്റ്. Lulu Super Shopping Deals, Super Products, Super Savings.